വളരെ വിശദമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര നേതാക്കൾ കൂടി പങ്കെടുത്തുകൊണ്ട് ഇതിനു മുമ്പ് 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ നടത്തിയിരുന്നു. ഉണ്ടായ പരാജയം സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായ വിലയിരുത്തൽ നടത്തി. അത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിലെ മുഴുവൻ ഘടകങ്ങളിലും പാർട്ടി മെമ്പർഷിപ്പിലും ഇതിനകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ കൂടി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഭാവി പരിപാടികൾ രൂപീകരിക്കുന്നത്. അതിനുവേണ്ടിയായിരുന്നു ഇപ്രാവശ്യം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയും അതിനു മുമ്പ് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും. സംസ്ഥാന കമ്മിറ്റി കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം BJP നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദങ്ങളുടെ ആശയ നിലപാടുകൾക്കെതിരെ ശക്തമായ ആശയപ്രചരണം പ്രചാരവേല സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. സമൂഹത്തിൻ്റെ വിവിധ സംവിധാനങ്ങളിൽ കടന്നുകൂടി വിശ്വാസികളിൽ ഉൾപ്പെടെ വർഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ് RSS, BJP, സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശാസ്ത്രീയമായിട്ട് പ്രതിരോധിക്കാനാവണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടത്. ജാതീയമായി പിളർത്തി വർഗീയമായി യോജിപ്പിക്കുക എന്ന നയമാണ് സ്വത്തു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP കൈകാര്യം ചെയ്യുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്ന രീതിയാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ പ്രമുഖൻ എല്ലാവർക്കും പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ SNDP. SNDPയുടെ നേതാക്കൾ CPM-എതിരായിട്ടുള്ള വിമർശനം വ്യക്തിപരമായിട്ടുൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ കാണുന്നത് SNDP രൂപീകരിക്കുമ്പോഴും SNDP ശക്തിയായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തിപ്പെടുത്തുമ്പോഴുമെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെ സജീവമായിട്ട് അത് ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ ഭാഗമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പിന്നീട് സർവമത സമ്മേളനങ്ങൾ. മതം ഏതായാലും അതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സത്ത ഒന്നാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് SNDP എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത്. എന്നാൽ BDJS-ൻ്റെ രൂപീകരണത്തോടെ BDJS-നെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് RSS-ൻ്റെ അജണ്ട
SNDP മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം. ചാതുർവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന വേണം, മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ അന്തർധാര എന്ന് RSS ആണ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 2/3 ഭൂരിപക്ഷം നേടാൻ 370 മുതൽ 430 വരെ സീറ്റ് BJP ഒറ്റയ്ക്ക് കരസ്ഥമാക്കുമെന്ന പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചത്. എന്തായിരുന്നു ഉന്നമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഭരണഘടനയെ അവരാഗ്രഹിക്കുന്നത് പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടന, അതായിരുന്നു RSSൻ്റെയും BJPയുടെയും പരിപാടി. ഏതായാലും ഇന്ത്യൻ ജനത അവരുടെ ഈ അജണ്ട തിരിച്ചറിഞ്ഞ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BDJS വഴി BJPയിലേക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി SNDPയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് വിമർശിച്ചത്. ആ വിമർശനം ഇനിയും തുടരും. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പ്രസ്ഥാനമാണ്. അതിനെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാട് സ്വീകരിക്കേണ്ട അവർ തന്നെയാണ്. ആ നിലപാട് അവർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെ തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ആശ്രയ നേതൃത്വമായി മതരാഷ്ട്രവാദികൾ SDP, ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ പോപ്പുലർ ഫ്രണ്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ ഗൗരവമുള്ള ഒരു പ്രശ്നം. ഈ നിലപാടിനെ ശക്തിയായിട്ട് തുറന്നു കാണിക്കുക എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, സ്വത്തുരാഷ്ട്രീയം കൂടിച്ചേർത്ത് ജാതി സംഘടനകൾക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കടക്കാത്ത അറിയായി ഓരോന്നിനെയും സംഘടിപ്പിക്കുകയും എന്നാൽ ഓരോന്നോരോന്നായി വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന സമീപനം, അതിനെ അതിശക്തിയായിട്ട് എതിർക്കും. വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്, പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും, ഒപ്പം UDF. ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാട് ഈ രണ്ട് വർഗീയതകൾ തമ്മിലുള്ള മത്സരം ഇവർക്ക് രണ്ടിനും അനുകൂലമായി രൂപപ്പെടും എന്നുള്ളതാണ് വസ്തുത. ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും സംഘപരിവാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാസ ഉൾപ്പെടെയുള്ള ക്രിസ്തീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതേ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗവും ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അതിന് മുമ്പിൽ നിൽക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വത്ത് രാഷ്ട്രീയത്തെയും അതിൻ്റെ നിലപാടുകളെയും എല്ലാവരും ശക്തിയായിട്ട് തുറന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷത പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം
എല്ലാ മതവിശ്വാസികൾക്കും പുലരാൻ സാധിക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് അത് മതനിരപേക്ഷ സമൂഹമാണ്. അല്ലാതിരുന്നാൽ വർഗീയ ശക്തികൾ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ശക്തിപ്പെടുന്ന സംഘർഷവും ഏറ്റുമുട്ടലുമായിരിക്കും ഫലം. മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു അജണ്ടയാണ് ന്യൂനപക്ഷ പരിരക്ഷ. അത് ന്യൂനപക്ഷ പ്രീണനമാണെന്ന രീതിയിൽ RSS അതിശക്തിയായിട്ട് പ്രചരിപ്പിക്കുകയാണ്. ആ നിലപാടിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ന്യൂനപക്ഷ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണമാണ്. ഈ ലോകത്തെവിടെയും മാർക്സിസ്റ്റുകാർ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. നഗരമേഖലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്ന് പാർട്ടി തീരുമാനിച്ചു. നവമാധ്യമ രംഗത്ത് അതിശക്തിയായ രീതിയിൽ മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരവേല, ഗവൺമെൻറ് വിരുദ്ധ പ്രചാരവേല ഒരു ഭാഗത്ത് കോൺഗ്രസും മറുഭാഗത്ത് BJPയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക എന്നത് ആലോചിച്ച് ഒരു കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കാണ്ട് തന്നെ ചർച്ച ആരംഭിക്കുന്ന നിലയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. MA ബേബിയുടെ ഒരു ലേഖനത്തിൻ്റെ പേരും പറഞ്ഞ് പച്ചക്കുതിരി ഭാഗമായിട്ട് മാധ്യമങ്ങൾ ചർച്ച നടത്തി. ആരും വായിച്ചില്ല. ചർച്ചയ്ക്ക് പോയവരും വായിച്ചില്ല, ചർച്ച സംഘടിപ്പിച്ചവരും വായിച്ചിട്ടില്ല. എന്താ MA ബേബി എഴുതിയ ലേഖനം? ആദ്യം പറഞ്ഞു മാറിപ്പോയി, അത് ബാലകൃഷ്ണൻ്റെ ലേഖനമാണ്. പിന്നെ പറഞ്ഞു അത് തെറ്റിപ്പോയി, ഇതല്ല ലേഖനം, മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ ചർച്ച സംഘടിപ്പിച്ചു. എന്തെങ്കിലും ജനാധിപത്യ മര്യാദ ഉണ്ടെങ്കിൽ തെറ്റായിപ്പോയി എങ്കിലും പറയണ്ടേ? ചില മാധ്യമങ്ങൾ ചർച്ച സംഘടിപ്പിച്ചവർ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു, ബാക്കി പറഞ്ഞിട്ടില്ലല്ലോ. ശരി മാത്രം ചെയ്യുന്ന കുറേ മാധ്യമങ്ങളാണ്, അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു മാധ്യമ ശൃംഖലയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്, അതുപോലെ ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം എടുത്ത് ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ശക്തികളുടെ ആശയപ്രചരണം ശക്തിപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. യുവജന വിദ്യാർത്ഥി മേഖലയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനാവണം. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ലതുപോലെ പ്രചരിപ്പിക്കാൻ സാധിക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ നിലപാട് മാറ്റിയിട്ടില്ല. ഒരു സാമ്പത്തിക ഉപരോധം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. ഇത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. തുടർച്ചയായി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അണിനിരത്തി അതിശക്തിയായ ജനകീയ മുന്നേറ്റം കേരളത്തോട് കാണിക്കുന്ന ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന, മതനിരപേക്ഷ ഉള്ളടക്കത്തെ വിലവെക്കാത്ത, ജനാധിപത്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന സാമ്പത്തിക സംവിധാനത്തെ മാറ്റി ഫെഡറലിസം തന്നെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന ഇവർക്കെതിരായി അതിശക്തിയായ ഒരു ജനകീയ മുന്നേറ്റം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സംഘടിപ്പിക്കാനാവണം. ആ രീതിയിലുള്ള പോരാട്ടവും സമരവും സംസ്ഥാന കമ്മിറ്റി ഇന്ന് അംഗീകരിക്കുകയും തുടർന്ന് പ്ലാൻ ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്ന്, കേരളം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്
ആമയിഴഞ്ചാൻ തോടുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കുറേയും കൂടി പ്രകടമായിട്ട് പുറത്തു വന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെപ്പറ്റി പറയുക. ലോകത്തെ ജനങ്ങൾ കണ്ടിരിക്കേണ്ടുന്ന 52 ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. ചില മാധ്യമങ്ങൾ എന്തെല്ലാം കേരളത്തിനെതിരായിട്ട് പ്രചാരപേര നടത്തിയാലും ലോക റാങ്കിങ്ങിൽ 52 കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അത് 52ാമത്തെ കേന്ദ്രമല്ല, 52 കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. ആ കേരളത്തിന് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ജനകീയമായ പിന്തുണയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ശുചിത്വ കേരളമാക്കി നമുക്കിതിനെ മാറ്റാനാവണം. ആ ശുചിത്വ കേരളം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം CPIM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയോടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉൾപ്പെടെ അവരുടെ കായിക അധ്വാനം ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സന്നദ്ധ പ്രവർത്തനത്തിലൂടെ നമുക്കത് തുടർച്ചയായിട്ട് നിലനിർത്താനാവണം. ഫലപ്രദമായിട്ട് ഈ പ്രവർത്തനം നടത്താൻ കഴിയണം. അതിന് താഴെ തലം വരെയുള്ള പ്രവർത്തകരെ ഇതിൻ്റെ ഭാഗമായിട്ട് അണിചേർക്കാനുമാവും എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ ശ്രമം അതാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ബ്ലൂ എക്കോണമിയുടെ പേര് പറഞ്ഞ് തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ കേന്ദ്ര ഗവൺമെൻറ് വളരെ ഗൗരവപൂർവ്വം കടന്നാക്രമിക്കുകയാണ്. തീരം വിൽക്കാനും മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാത്ത രീതിയിൽ ആഴക്കടലിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പൂർണ്ണമായിട്ടുള്ള മത്സ്യശേഖരത്തിനും സംസ്കരണത്തിനും നിലപാട് സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്ന സമീപനത്തിനെതിരായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ആകെ വമ്പിച്ച രീതിയിൽ സംഘടിപ്പിച്ച് കേന്ദ്രത്തിൻ്റെ ഈ നയം തിരുത്താൻ വേണ്ടി ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കാനാവണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നവമാധ്യമ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുണ്ട്. അത് സ്ത്രീകൾക്ക് നേരെ ഇപ്പോഴും ശക്തിയായിട്ട് വരികയാണ്. രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകാൻ ശ്രമിച്ച നേതൃത്വം നൽകിയ മേയർക്കെതിരായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരായി ദിവ്യ നായരെ പോലെയുള്ള അയ്യരെ പോലെയുള്ള ആളുകൾക്കെതിരായി സൈബർ ആക്രമണം വളരെ ശക്തിയായിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ശക്തിയായിട്ട് എടുത്തു പറഞ്ഞ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. IAS-കാരിയായ ദിവ്യ അയ്യരുടെ പരാമർശം സംബന്ധിച്ചാണ് വലിയ പ്രശ്നം. അതൊരു സ്ത്രീവിരുദ്ധ രീതിയാണ് കൈകാര്യം ചെയ്തത്. കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. അവർ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായി പോയി എന്നുള്ളതുകൊണ്ട്
ഔദ്യോഗികമായി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പദപ്രയോഗങ്ങൾ പോലും അവരാഗ്രഹിക്കുന്നത് പോലെ അല്ലാതിരുന്നാൽ എന്താകും എന്നുള്ളൊരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോഴൊരു സ്ത്രീ വിരുദ്ധത ശക്തിപ്പെട്ട് വരുന്ന ഒരു ചിത്രമാണ്. കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും നിലപാടുകളിൽ നിഴലിച്ചു നിൽക്കുന്ന ഒന്നതാണ്. കോൺഗ്രസ്സുകാർ ശാസ്ത്ര സംബന്ധിയായ ഒരു സമ്മേളനം സുധാകരൻ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ പത്രത്തിൽ വരികയുണ്ടായി. അത് കണ്ടപ്പോൾ കൂടോത്രമാണ് ഓർമ്മ വന്നത്. ഇവരെല്ലാം ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ എന്തായിരിക്കും ശാസ്ത്രത്തിൻ്റെ ഗതി എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. അന്ധവിശ്വാസ ജടിലമായ രീതികൾ, സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ, ഇതെല്ലാമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം സാന്ദർഭികമായി ഇത് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു വികാരം നീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. തെറ്റുതിരുത്തൽ പ്രക്രിയ ഞങ്ങളുടെ എല്ലാ യോഗങ്ങളിലെയും ഒരു സ്ഥിരം അജണ്ടയാണ്. തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടിയിൽ വെച്ച് കുറിപ്പിക്കില്ല എന്ന കാര്യം പാർട്ടി അടിവരയിട്ട് ഇന്നും ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചത്. കാരണം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയുന്നത് പോലെ അസംബ്ലിയിൽ തന്നെ റൂൾ 300 അനുസരിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ഈ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ അസംബ്ലി സമാപിക്കുന്നതിൻ്റെ തലേദിവസം അക്കമിട്ട് ഓരോന്നും ഞങ്ങൾ ഉയർത്തിയ മുഴുവൻ കാര്യങ്ങളും എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്, കുടിശ്ശിക എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്, സാമൂഹ്യ പെൻഷൻ ഇപ്പോൾ ഈ മാസത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി മാസാമാസം കൊടുക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. കുടിശ്ശികയുള്ളത് ഇപ്രാവശ്യവും അടുത്ത വർഷവും കൂടി കൊടുത്തത്. അംഗൻവാടി, ആശാ വർക്കർ, ഖാദി തൊഴിലാളി, കയർ കശുവണ്ടി പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെ എല്ലാം നൽകുന്നതിന് വേണ്ടി സമയബന്ധിതമായി ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോവുകയാണ്. പ്രയോറിറ്റി തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു CPIM കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ പ്രയോറിറ്റിക്കനുസരിച്ച് ഏതാണ്ട് 10-30% വരുന്ന സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തതയോടുകൂടി ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ്. സാമ്പത്തിക മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിലാണ് ധനകാര്യ മേഖല കൈകാര്യം ചെയ്യുന്നത്. വികസനത്തിൻ്റെ കാര്യത്തിൽ, പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ സർവകാല റെക്കോർഡാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സംഖ്യ നമുക്കിപ്രാവശ്യം ഈ 2 വർഷം ചെലവഴിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റ് ഭരണ നിർവഹണ പരിപാടികളും സംഘടിപ്പിക്കാനായി എന്നുള്ളത് കണക്കുകൾ ഉദ്ധരിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ വാർത്താമാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ വികസനമെല്ലാം മുരടിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് അത് തീർന്നത്. ഞങ്ങൾ കണ്ടത് വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ ഈ താല്പര്യം, അധ്യാപകരുടെ, ജീവനക്കാരുടെ ക്ഷാമബത്ത, പെൻഷൻകാരുടെ ക്ഷാമബത്ത ഉൾപ്പെടെ സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം
ഈ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അത്യാവേശത്തോടു കൂടിയാണ് പാർട്ടിയും കേരളത്തിലെ ജനങ്ങളും കണ്ടിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരാധീനതക്കകത്തു നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ, തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ടേക്ക് നയിക്കാനും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഈ നിലപാടിനെതിരായി അതിശക്തിയായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാനും പാർട്ടി ലക്ഷ്യമിടുന്നു. ഗവൺമെൻറ്റുമായിട്ട് നല്ലതുപോലെ സഹകരിച്ച് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാകെ ജനങ്ങളിലെത്തിക്കാനുള്ള പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ്. ഗ്രാമീണ റോഡുകളുടെ തകർച്ച ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 1000 കോടി രൂപയാണ് ഈ സന്ദർഭത്തിൽ ഗവൺമെൻറ് അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ മേഖലയിലും, സർവതല സ്പർശിയായ മേഖലയിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ, പാർട്ടിയിൽ നടന്ന ചർച്ചയും ഗവൺമെൻറ്റിൻ്റെ നിലപാടുമെല്ലാം വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടി ചൂണ്ടിക്കാണിക്കുക. ഇതാണ് പറയാനുള്ളത്. നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കാതെയാണ് പ്രവർത്തിച്ചത്. കാരണം എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണയിലാണ് എല്ലാം അതിന് വീഴ്ച വന്നിരിക്കുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയല്ല. കേന്ദ്ര ഗവൺമെൻറ് പണം തരാത്തതുകൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. അത് അങ്ങനെ കാണുന്നത്, അതായത് നമ്മൾ ഒരു ഗവൺമെൻറ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുമുണ്ട്. പണവിഹിതം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടൊന്നും അംഗീകരിക്കാതെ കേരളത്തിന് പണം തരാതിരിക്കുക എന്നുള്ള പ്രശ്നം വരുമ്പോഴല്ലേ ഇത് നമ്മൾ അംഗീകരിച്ചത്. അപ്പോഴാണ് പ്രയോറിറ്റി തീരുമാനിക്കണം എന്ന് പറഞ്ഞത്. അതിപ്പോൾ പ്രയോറിറ്റി തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകും. അല്ല, ഇതന്നെയല്ലേ മാർഗരേഖ. ഇനിയിപ്പോൾ വേറെ ഡോക്യുമെൻ്റ് വേണ്ടത്? അതായത് ഗവൺമെൻറ് പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ ഞാൻ പറഞ്ഞു, ഏതാണ്ട് 30% വരുന്ന ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഫലപ്രദമായിട്ട് ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പരിഹരിക്കാനാവുന്ന കാര്യങ്ങൾ നിർവഹിച്ചു പോകണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി. അല്ല, ഞങ്ങളിതൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കില്ലേ. ഇത് വെറുതെ ചർച്ച നടത്തുകയാണോ? അല്ലാണ്ട് രേഖയുണ്ടായിട്ട് കടലാസം കൊണ്ട് കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യല്ലേ. ആ ചർച്ചയുടെ എല്ലാം ഭാഗമായിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻഗണനാടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ചെയ്യാം എന്ന കാര്യം ഗവൺമെൻറ് തന്നെ സ്വതന്ത്രമായിട്ട് 300 അനുസരിച്ച് അസംബ്ലിയിൽ പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞത് വലിയ അംഗീകാരമാണ് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ BJP ആശയങ്ങൾ വലിയ തോതിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുകയാണ് പറഞ്ഞത്. ഈ BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്. BJP കേരള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത ഒരാളെ LDF കണ്ണിന്റെ സ്ഥാനത്ത് ഇരുത്തുന്നത് ശരിയാണോ? മാത്രമല്ല CPM ദേശീയ സ്പീക്കർ പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ അതിനെ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ എന്താ പാർട്ടി സംഘടന? ഇല്ല, അത് സംബന്ധിച്ച് എല്ലാം ഉള്ള തീരുമാനത്തിലേക്ക് നമ്മളിപ്പോൾ സംഘടന ഞാൻ പറഞ്ഞില്ലേ, സംഘടനാപരമായിട്ട് അടുത്ത കമ്മിറ്റിയിൽ മാത്രമേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കൂ. അതിലിപ്പോൾ ഞങ്ങൾ ആ ചർച്ചയിലേക്കും പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ്റുമായിട്ട് വന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്തത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് ഇതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അടഞ്ഞ അധ്യായങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പറയേണ്ട കാര്യമില്ല. അടഞ്ഞിട്ടില്ല. BJP വിരുദ്ധ അന്നും ഇന്നും ഞങ്ങൾ നയമായിട്ട് കൊണ്ടുപോകാണ്. അങ്ങനെ അദ്ദേഹം ഒരു കാര്യത്തിലും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടൊന്നുമില്ല. കാര്യം ഒന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് നമ്മൾ അതേ പറഞ്ഞില്ലേ. പിണറായി തന്നെ അതിന് ശരിയായ രീതിയിൽ അതിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർമ്മയുണ്ടോ പറഞ്ഞത്? പിണറായി അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അല്ല, തിരുത്തിക്കൊണ്ടല്ലേ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാം തിരുത്തിക്കൊണ്ടാണ് പോവുക. ആരൊക്കെ തിരുത്തേണ്ടിയുണ്ടോ തിരുത്തേണ്ടവരെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് പോകും. അത് ഇന്നയാൾ ഇങ്ങനെ തിരുത്തണം എന്നല്ല ഞങ്ങൾ പറയുന്നത്, മൊത്തം തന്നെയാണ് പറയുന്നത്. അത് ഞങ്ങൾക്കും ബാധകമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് തിരുത്തലില്ല, ബാക്കിയെല്ലാവർക്കുമാണ് തിരുത്തൽ ഞങ്ങൾ പറയുന്നില്ല. എല്ലാവർക്കും തിരുത്തലുണ്ട്. തിരുത്തി മുന്നോട്ടേക്ക് പോകണം.
പ്രതിപക്ഷം മുമ്പേ തീരുമാനിച്ചതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന നിലപാടുമായി യോജിച്ചു പോകുന്നതല്ല എന്ന് അവർ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട്. ആ രാഷ്ട്രീയ തീരുമാനമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നിർവഹിക്കാൻ തയ്യാറില്ല. അതിപ്പോൾ പകർച്ചവ്യാധിയായാലും എന്ത് വ്യാധിയായാലും ഞങ്ങൾക്കത് ബാധകമല്ല എന്ന രീതിയിലാണ് അവരുടെ നിലപാട്. പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വിലയിരുത്തിയപ്പോൾ മാഷിപ്പം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ BJP-യുടെ കാര്യം പറഞ്ഞു, ലീഗിൻ്റെ പറഞ്ഞു, മാധ്യമങ്ങൾ എന്തും ചെയ്യുന്ന തരത്തിലുള്ള അതും പറഞ്ഞു, സോഷ്യൽ മീഡിയയിലെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടും പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഒരു തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് നിഗമനം. അതൊക്കെ കഴിഞ്ഞ പത്രസമ്മേളനം ഞാൻ പറഞ്ഞാണല്ലോ. അത് പിന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനാണ് അത് അന്ന് ചർച്ച ചെയ്തതിൻ്റെ മേലെ സംഘടനാപരമായി എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് പറയാനാണ് ഈ കമ്മിറ്റി. അല്ലാണ്ട് അതെന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. അതാ പറഞ്ഞത്. ഞാൻ തന്നെ തിരുത്തേണ്ടതൊക്കെ മുഴുവൻ തിരുത്തും തന്നെയാണ് പറഞ്ഞത്. മലയാളമല്ലേ പറഞ്ഞത്. ആരൊക്കെയാണോ തിരുത്തേണ്ടവരെല്ലാം തിരുത്തും. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ആളെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരും വെച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമായ തിരുത്തലുകൾക്ക് വിധേയപ്പെടും. മന്ത്രിയായിരുന്ന ആളും കൂടെയാണല്ലോ. ഈ മാലിന്യ പ്രശ്നം ഇപ്പോൾ പാർട്ടിക്ക് ഈ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നത് ആ വകുപ്പിന്റെ ഒരു പരാജയമാണ്. അല്ല, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. അത് നിങ്ങൾ ഗൗരവമാണ്. പത്രം, ഈ മാധ്യമങ്ങളാണ് അതിൽ ഏറ്റവും ശക്തിയായിട്ട് ഇടപെടേണ്ടത്. യഥാർത്ഥത്തിൽ ഈ മാലിന്യം എവിടുന്ന വരുന്നത്? എല്ലാ വീടും ശുദ്ധമാക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വ്യക്തിശുദ്ധിയും വളരെ പ്രധാനമാണ് മലയാളിക്ക്. പക്ഷേ സമൂഹത്തിൻ്റെ മേലെ ചോദ്യചിഹ്നം പോലെ ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് തള്ളുകയല്ലേ. നമ്മുടെ ആളുകൾ തന്നെയല്ലേ തള്ളുന്നത്. അത് പത്രം ഈ ആമയിഴഞ്ചാൽ തോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൻ്റെ ശുചിത്വ പ്രശ്നത്തിൽ പൊതുവേ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദി ഏതെങ്കിലും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ കോർപ്പറേഷനോ മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നമുക്ക് തന്നെ പൊതുജനങ്ങൾക്ക് തന്നെ പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കർശനമായ നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ് പോവുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് സംസ്കരിച്ച് പോവുക എന്നുള്ള കാര്യം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേരളത്തിലുടനീളം അതിൻ്റെ തുടക്കം തിരുവനന്തപുരത്ത് തന്നെയാണ്. നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. ജനകീയമായ പിന്തുണ വേണം. ഏത് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഒപ്പം ഞങ്ങൾ തീരുമാനിക്കുന്നത്, പാർട്ടി തീരുമാനിക്കുന്നത് താഴെ തലം വരെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഈ തരത്തിലുള്ള ശുചിത്വ പ്രവർത്തനം നടത്തണം എന്നാണ്. ഇനി അങ്ങോട്ട് തുടങ്ങും. നമ്മളിതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ചെയ്തതിന് അടിസ്ഥാനപ്പെട്ട് താഴത്തേക്ക് തുടങ്ങും. ആരെ ശക്തിയൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും SNDP-ക്കെതിരല്ല. SNDP എന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയ തലത്തിലുള്ള വർഗീയവൽക്കരണത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ SNDP-ക്കെതിരായിട്ട് ഇതിന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം അടുത്തൊന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെള്ളാപ്പള്ളി പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പദാനുപദം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ബാക്കി എല്ലായിട്ടും ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, എന്തിനെ ഞങ്ങൾ എതിർക്കുന്നു. എതിർപ്പിൻ്റെ അടിസ്ഥാനം BDJS-ഉം RSS-ഉം ചേർന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന SNDP-ക്കകത്തുള്ള പ്രവചനത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തത്. BDJS-ഉം RSS-ഉം ഉൾപ്പെടെയുള്ളത്. അതിന് ഞങ്ങൾ എതിർക്കേണ്ടി ശക്തിയായിട്ട് തീർക്കും. ആര് എന്തെല്ലാം പറഞ്ഞാലും ഈ എതിർപ്പ് ശക്തിയായിട്ട് തുടരും. ഇതൊരു ആശയതരത്തിലുള്ള സമരമാണ്. വെറും ശാരീരിക പ്രശ്നവും വ്യക്തിപരമായ പ്രശ്നവുമല്ല. ഇത് ആശയരംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ്. ആ സമരം ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. SFI നല്ലപോലെ തിരിച്ചു SFI അതുപോലെ തന്നെ യുവജനം എല്ലാം തന്നെ വളരെ സജീവമായി ശക്തിപ്പെട്ടു വരും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്.
ഈ മറ്റേ SFIയുടെ ഭാരവാഹിത്വത്തിന് പ്രായപരിധി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ. അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല. ഒരു 25-27 അത് മാറ്റാതെ നമ്മൾ എടുത്തു കളയണം. ഇല്ല ഇപ്പം നിലത്ത് തന്നെ ഉണ്ടല്ലോ 27 വയസ്സ് വരെ. അത് മതി ഇനി അതിൻ്റെ അപ്പുറം പ്രായമായി വേണമെന്നില്ല. അല്ല 27 വയസ്സെല്ലാകുമ്പോഴേ നല്ല പക്വതയാവും. നല്ല പക്വത ചെറിയ ആൾക്ക് ഒരിക്കൽ പക്വത വരില്ല. ചെറിയ ആൾക്ക് വളരെ ചെറുതാകുമ്പോൾ തന്നെ പക്വത വരും. അതല്ലേ ശക്തിപ്പെടുത്തണം നമ്മുടെ തീരുമാനം. അല്ല എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റില്ല. അതെല്ലാം ഒരു അജണ്ടയാണ്. നിലവിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകണം. ഇല്ല നമ്മളൊന്നും തീരുമാനിച്ചില്ല. സമ്മേളനത്തിൻ്റെ അജണ്ട തീരുമാനിച്ചു. അതായത് ക്ഷേത്രങ്ങൾ ഇപ്പോൾ RSS കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ അവിടെ ഒരു തരത്തിലും അടയാളങ്ങളോ അതുപോലെ തന്നെ ശാഖകളോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ സർക്കുലർ നിയമം ഉള്ളപ്പോൾ അതൊന്നും വകവെക്കാതെ RSസുകാർ ഈ ക്ഷേത്ര അങ്കണത്തിൽ തന്നെ ശാഖയും പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എല്ലാവരും മതനിരപേക്ഷവാദികളായ എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല, വിശ്വാസികൾക്ക് ക്ഷേത്രവും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം വിട്ടുകൊടുക്കും. എല്ലാം അതിപ്പോൾ പല പേരിലുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത്. ആരാധനാലയങ്ങൾ എന്ന് പറയുന്നതാണ് ശരി. ഒരു കാവുണ്ട്, അതുപോലെ കോട്ടയുണ്ട്, സ്ഥാനമുണ്ട്, ഇങ്ങനെ പലതും. അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് ഈ ആരാധനാലയങ്ങളെ കാണുന്നത്. വിശ്വാസികളാരും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്കൊട്ട് വിശ്വാസമില്ല. അവർ വർഗീയവാദം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ വർഗീയവാദിക്ക് വിശ്വാസമില്ല, വിശ്വാസിക്ക് വർഗീയവാദവും ഇല്ല. അപ്പോൾ അവിടെ എന്താ നടക്കുക? അവിടെ നടക്കേണ്ടത് വിശ്വാസികളുടെ കേന്ദ്രങ്ങളെല്ലാം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം. അവിടെ ഇപ്പോഴും വർഗീയവാദികൾ കയറി അവരുടെ വർഗീയവാദ പ്രചരണം സംഘടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അത് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസികളോട് പറയാനുള്ളത്. നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതിന് പാർട്ടി അംഗങ്ങൾക്ക് ചില വിലക്കുകളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ സമയത്ത് ഈ സംഘപരിവാർ ശക്തികൾ ഈ ആരാധനകൾ കരുതി ആ കാലഘട്ടത്തിൻ്റെ സാധ്യത. അല്ല, അതങ്ങനെയല്ല. അവിടെയുള്ള ആരാധനാലയങ്ങളിലേക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും പോകാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഞങ്ങളത് വിലക്കിയിട്ടൊന്നുമില്ല. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരാൾ എന്താ വേണ്ടത് എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അമ്പലത്തിൽ പോകണ്ടയോ എന്നുള്ളതല്ല അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ലാണ്. ഞങ്ങളെ പാർട്ടി മെമ്പർഷിപ്പ് തന്നെ നല്ല വിശ്വാസമുള്ള ഒരുപാട് ആളുകളില്ലേ, വിശ്വാസികളുണ്ട്. വിശ്വാസം ഇല്ലാത്തവരൊന്നുമല്ല ഒരു വലിയ വിഭാഗം. ഒരാശങ്കയില്ല, ഞാൻ തുറന്നു പറഞ്ഞല്ലേ. ഇതിനപ്പുറത്ത് വേറെ എന്താ ആശങ്കയുണ്ട? നിങ്ങൾക്ക് എന്താ ആശങ്ക? ഞാനിപ്പോൾ പറഞ്ഞതല്ലേ മലയാളത്തിലല്ലേ പറഞ്ഞത്. അതായത് പാർട്ടി മെമ്പർഷിപ്പ് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെല്ലാം മാർക്സിസ്റ്റ് ആയി എന്ന് ധരിക്കാൻ പാടില്ല. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, മാർക്സിസ്റ്റ് ആകുക എന്നുള്ളൊരു പ്രക്രിയയാണ്. ഇവിടുന്ന് എന്നോട് ചോദിച്ചു പത്തനംതിട്ടയിൽ നിന്ന്. അവിടുന്ന് RSസുകാർ BJPക്കാർ കുറേ ആൾ പാർട്ടി ചേർന്നു. പാർട്ടി ചേർന്നപ്പോൾ അവർ BJP എന്ന് വന്നില്ലേ. ഒരു ദിവസം ഞങ്ങൾ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒന്നാമത്തെ ദിവസം അവർ കമ്മ്യൂണിസ്റ്റ് ആവുമോ? അതിന് കുറച്ച് കൊല്ലം പിടിക്കും. അപ്പോൾ ആ കൊല്ലം വരെ കാത്തിരിക്കേണ്ടി വരും. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്, കുറച്ച് സമയം വേണം. അപ്പോൾ തിരുത്തി ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരാൻ ഉള്ള സാവകാശത്തോടുകൂടി മാത്രമേ അവർ വരുള്ളൂ. അവർക്ക് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധിക്കുള്ളൂ. വന്ന ഉടനെ തന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് തന്നെ ആവില്ല. അതിലൊരുപാട് പ്രത്യേകത ഞങ്ങൾ പാർട്ടിയായി ബന്ധപ്പെട്ടിട്ടുണ്ട്.
ഒരാൾ വന്ന ഉടനെ തന്നെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊടുക്കാൻ കൊടുക്കില്ല. അപ്പോൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സമീപനം. പക്ഷേ ഈ പാർട്ടി അംഗങ്ങൾക്ക് ക്ഷേത്രാചാരങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ പങ്കെടുക്കാൻ വിലക്കിയതായി നമ്മൾ ഇതിനാണ് പ്രഖ്യാപിച്ചോളൂ. അല്ല, പാർട്ടിയിൽ അംഗമായി എന്നുള്ളത് കൊണ്ട് ഒരാളെ ക്ഷേത്രാരാധനയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നോ വിലക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. വിലക്കണ്ട. പ്രീനെല്ലാം കഴിഞ്ഞിട്ട് കാലത്തിൽ ചെയ്യുന്നു. വെറുതെ പ്രീനത്തിൽ അതിന് ശേഷം എന്തെല്ലാം പ്രമേയം വന്നു, എന്തെല്ലാം അതിന് ശേഷം എന്തെല്ലാം തീരുമാനങ്ങൾ വന്നു. ഗണപതി അതെല്ലാം വെറുതെ ഉണ്ടാക്കിയതാണ്. ഗണപതി ഹോമം നടത്തുന്നത് നമുക്കെന്താ? നിയമവിരുദ്ധമാണ്. സർക്കാരിൻ്റെ ഇടപെടലല്ല, ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലാണ്. അവർക്ക് ഇടപെടാൻ കഴിയുന്നതാണ്. ഇടപെടണം. നിയമവിരുദ്ധമായ നിലപാടുകളെ എതിർക്കണം. അല്ലല്ലോ, ഒന്നുമല്ല. ശാഖാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരിയായ ഗുണ്ടാ പ്രവർത്തനമാണ്. ആളെ കൊല്ലാൻ എങ്ങനെയാണ് പറ്റുമെന്നാണ് പഠിപ്പിക്കുന്നത്. എവിടെ കുത്തിയാലാണ് വേഗം ചാവുക എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനം. ഇത് സാംസ്കാരിക പ്രവർത്തനം കത്തിയും കടായിയും ഉണ്ടാകും. സാംസ്കാരിക പ്രവർത്തനം ശരി. കേന്ദ്ര സർക്കാർ ഫാസ്റ്റും തന്നെ ആവാമെന്ന് തീരുമാനിച്ച പാർട്ടിയാണ് BJP. പാസ്റ്റും കേട്ടോ.